ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കവിതക്കാട് മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശമാണ് വരുത്തുന്നത്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡാണ് കവിതക്കാട് മേഖല. പൂർണ്ണമായും കർഷക കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന കാട്ടാനശല്യം ഈ കുടുംബങ്ങളെ വലയ്ക്കുകയാണ്. കൂട്ടമായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ട്. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ആനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്നു. ഏലവും റബ്ബറും തെങ്ങും കവുങ്ങുമെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചു. നേരം ഇരുളുന്നതോടെ കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. 4-5 വർഷമായിട്ട് കാട്ടാനയുടെ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട്. ഈ ആന ഇറങ്ങി വന്ന് എല്ലാവരുടെയും പറമ്പുകളിലൂടെ വന്ന് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഭീതിയിൽ എത്ര കുടുംബങ്ങൾ ഇവിടെ 10-30ഓളം കുടുംബങ്ങളുണ്ട്. ഇവരെല്ലാം ഞങ്ങൾ 5 മണിയാകുമ്പോൾ വീട്ടിൽ കയറും. പിന്നെ രാത്രിയിൽ ഒരു ഇടപാട് നടത്താൻ പറ്റും, കടയിൽ പോലും പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വളരെ ഭീതിതമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്ന കർഷകർ പ്രദേശത്തുണ്ട്. ഇവർക്ക് രാവിലെ കാട്ടാനകളെ ഭയന്ന് ടാപ്പിംഗിനിറങ്ങാൻ കഴിയുന്നില്ല. റബ്ബർ മരങ്ങൾക്ക് നേരെയും കാട്ടാനകൾ പരാക്രമം നടത്തുന്നുവെന്ന് കർഷകർ പറയുന്നു. കടം വില മേടിച്ച് നമ്മൾ ഒട്ടിച്ചതാണ്. മൊത്തം കുത്തിപ്പറിച്ച് കീറിക്കളയും, മരം പട്ട കുത്തിക്കളയും, ഷെയ്ഡും പറിച്ച് കളഞ്ഞ് ഈ രീതി ശല്യമാണ്. ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വർഷക്കാർ ആനപ്പുറത്ത് ചെന്നെടുത്തിന് അവിടെ ഇങ്ങോട്ട് ഓടിച്ച് കൊയ്ത്തേ വരെ വിടും. അവിടെ നേരെ ഇങ്ങോട്ട് പോരും. പ്ലാന്റേഷനിൽ അവിടെ ആ നാട്ടുകാരെ ഇറക്കി വിട്ടേച്ച് പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ടതാണ് ഏറ്റവും പ്രശ്നം. അവിടെയാണ് വന്ന് നിൽക്കും പരിപാടിയല്ല. കഴിഞ്ഞ കുറെ നാളുകളായി കവിതക്കാട്ടിലെ അവസ്ഥ ഇതാണ്. വീടുകൾക്കരികിൽ വരെ കാട്ടാനകൾ എത്തുന്നു. ആളുകൾക്കും വീടുകൾക്കും നേരെ ആനകളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട്. ജനവാസ മേഖലയ്ക്കരികിലെ വനത്തിൽ നിന്നുമാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. മുൻപ് വനാതിർത്തിയിൽ ആനകളെ പ്രതിരോധിക്കാൻ വനവകുപ്പിന്റെ ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതില്ല എന്നുമാണ് പ്രദേശവാസികളുടെ പരാതി. ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുകയും കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുകയും വേണമെന്നാണ് കവിതക്കാട്ടിലെ കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.